ആദിത്യൻ സോണി എന്ന് ബി പാർട്ട് ആദിത്യൻ സോണി എന്ന് വായിച്ചേ 23-ന്റെ ബി. വേറെ ആരും സംസാരിക്കണ്ട. ആ ഓക്കെ, ഇരിക്കും ആദിത്യ. എന്താണ് ആദിത്യ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ആ, 2 children, ഞാൻ ബുക്കും എല്ലാം അടച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 children ഓഫ് സെയിം ഹൈറ്റ്, അർത്ഥം ഒരേ ഉയരമുള്ള ഒരേ പൊക്കമുള്ള 2 കുട്ടികൾ. ആർ സ്റ്റാൻഡിങ്, എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. എവിടെ? ഓൺ എയ്തർ സൈഡ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്, ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ 2 വശങ്ങളിലായിട്ടാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. എന്താണ് ആ കുട്ടികളുടെ പ്രത്യേകത? അവർ 2 പേരുടെ ഹൈറ്റ് ഒരേ ഹൈറ്റ് ആണ്. ഇനി ബാക്കി. ഫസ്റ്റ് ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി. ഇതിൽ ഒന്നാമത്തെ കുട്ടി ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകൾ വശം എത്ര ഡിഗ്രിയിൽ കാണുന്നു? 40 ഡിഗ്രിയിൽ കാണുന്നു. വാക്ക് ശ്രദ്ധിച്ചോ, ആംഗിൾ ഓഫ് എലിവേഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ മേൽക്കോണാണ്. അതെങ്ങനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ ഉണ്ടാകുന്നത്? കുട്ടികളെക്കാൾ ഉയരം കൂടുതലുണ്ട് ആർക്ക്? ഇലക്ട്രിക് പോസ്റ്റിന്. അപ്പൊ അവരെക്കാൾ ഉയരമുള്ള ഒരു വസ്തു നോക്കണമെങ്കിൽ അവർ സാധാരണ നോക്കുന്നതിനേക്കാൾ ലൈൻ ഓഫ് വിഷൻ, വീക്ഷണ രേഖ എന്ത് ചെയ്യണം? ഉയർത്തി നോക്കണം. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിളിന്റെ പേര് ആംഗിൾ ഓഫ് എലിവേഷൻ. അടുത്തത്. ആൻഡ് ദ സെക്കൻഡ് സീസ് അറ്റ് 50 ഡിഗ്രി. ഈ രണ്ടാമത്തെ ആളാണെങ്കിലോ 50 ഡിഗ്രിയിലാണ് ഈ പോസ്റ്റിന്റെ മണ്ടവശം കാണുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ ഈസ് 10 മീറ്റേഴ്സ്. ഈ 2 കുട്ടികളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അകലം ഉണ്ടല്ലോ, അത് എത്ര മീറ്റർ ആണ്? 10 മീറ്റർ ആണ്. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ആർ 1.5 മീറ്റർ. ഈ 2 കുട്ടികൾക്കും എന്ത് പൊക്കമുണ്ട്? 1.5 മീറ്റർ പൊക്കം ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കണം. അവിടാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ സ്റ്റെപ്പ്. ആ ഫിഗർ കറക്റ്റായി വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ബാക്കി ട്രിഗണോമെട്രിയുടെ ഐഡിയ കൂടെ ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടും. ഫിഗർ തെറ്റാണോ? നിങ്ങൾക്ക് ട്രിഗണോമെട്രി മൊത്തം അറിയാമെങ്കിലും ചെയ്തു വെക്കുന്ന മൊത്തം എന്തായിരിക്കും? തെറ്റായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ഇലക്ട്രിക് പോസ്റ്റിന്റെ എന്തും കണ്ടുപിടിക്കണം? ഹൈറ്റും കണ്ടുപിടിക്കണം. ഓൾ സ്റ്റാൻഡപ്പ്. ചോദ്യം വായിച്ചു നോക്കുക. അർത്ഥം മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പൊ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു റഫ് ഫിഗർ വേണമല്ലോ. ഇങ്ങനെ ഒരു റഫ് ഫിഗർ ആണോ നിങ്ങൾ വരച്ചേക്കുന്നത്? നോക്കിക്കേ, ഇങ്ങനെ ഒരു റഫ് ഫിഗർ ആണോ നിങ്ങൾ വരച്ചിരിക്കുന്നതെന്ന് നോക്കാം. വരച്ചിട്ടില്ല. 23-ന്റെ ബി പാർട്ടിന്റെ പടം വരച്ചിട്ടുണ്ടോ? എന്നാ ഇല്ലെങ്കിൽ അങ്ങോട്ട് വരയ്ക്കുക. റെഡിങ് കൊണ്ട് അങ്ങോട്ട് വരച്ചെടുക്കാം. 23-ന്റെ ബി പാർട്ടിന്റെ ഫിഗർ ബോർഡിൽ നോക്കി വരച്ചെടുക്കാം. ബോർഡിൽ കിടക്കുന്ന പടം അങ്ങോട്ട് വരച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. 23-ന്റെ ബി പാർട്ടിന്റെ ഫിഗർ അങ്ങോട്ട് വരയ്ക്കാം. ഫിഗർ വരച്ചോ? നമുക്ക് ഇതിനൊന്ന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ്. അപ്പൊ ഈ പടത്തിൽ സി ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? സി ബി എന്തിനെ സൂചിപ്പിക്കുന്നു?
എഫ് ജി സി ബി എഫ് സി ബി എഫ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇലക്ട്രിക് പോസ്റ്റ്. എ ഇ ഒരു കുട്ടിയുടെ ഹൈറ്റ്, ബി ജി രണ്ടാമത്തെ കുട്ടിയുടെ ഹൈറ്റ്. ഒരു കുട്ടി 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു, മറ്റൊരു കുട്ടി 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണും. ഈ അടുത്ത് നിൽക്കുന്ന ആളിനാണോ ആംഗിൾ ഓഫ് എലിവേഷൻ കൂടുതലുള്ളത്, അതോ ദൂരെ നിൽക്കുന്ന ആണോ? ആലോചിച്ചോട് ഉത്തരം പറയണം. ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോണിന്റെ അളവ് കൂടുതലുള്ളത് അടുത്ത് നിൽക്കുന്ന ആളിനാണോ ദൂരെ നിൽക്കുന്ന ആളാണോ? എന്താ കാര്യം? അടുത്ത് നിൽക്കുമ്പോ നമ്മൾ ആ വസ്തുവിന്റെ മുകൾ ഭാഗം കാണണമെങ്കിൽ നമ്മുടെ തല നല്ലവണ്ണം മുകളിലോട്ട് എന്ത് ചെയ്യണം? ഉയർത്തി നോക്കണം. ദാറ്റ് മീൻസ് ലൈൻ ഓഫ് വിഷൻ നല്ലവണ്ണം കൂട്ടണം. അപ്പം അടുത്ത് നിൽക്കുന്ന ആളിനായിരിക്കും ആംഗിൾ ഓഫ് എലിവേഷൻ കൂടുതലായിട്ടുള്ളത്. എങ്ങനെ പിടികിട്ടിയല്ലോ? ഈ രണ്ടിടത്തും 1.5 എന്ന് വെച്ചേക്കുന്നതിന്റെ അർത്ഥം കുട്ടികളുടെ ഹൈറ്റ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന്? 1.5. പടത്തിൽ എല്ലാ വിവരങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. പിന്നെ വേറെയോ റഫ് ഫിഗറും ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുന്ന സി മുതൽ എഫ് വരെയുള്ള ദൂരത്തിൽ ബി തൊട്ട് എഫ് വരെയുള്ള ദൂരം എത്ര ഉണ്ട്? ബി തൊട്ട് എഫ് വരെയുള്ള ഈ ദൂരം 1.5 ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനി ഒരാളെ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? സി തൊട്ട് ബി വരെയുള്ള ദൂരം കണ്ടുപിടിച്ചാൽ മതി. സി തൊട്ട് ബി വരെയുള്ള ദൂരം സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഐഡിയ എന്തുവാ? ആ സൈഡ് ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ആംഗിളിന് ട്രയാംഗിൾ പരിഗണിക്കും. ഏത് സൈഡ് ഉൾപ്പെടുന്ന? ആ സി ഡി എന്ന് പറയുന്ന സൈഡ് ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ആംഗിളിന് ട്രയാംഗിൾ എടുക്കും. അങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പടത്തിലുണ്ടോ? ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. അതിലൊരെണ്ണം പറഞ്ഞേ. എ ബി സി, റൈറ്റ് ട്രയാംഗിൾ എ ബി സി. അപ്പൊ റൈറ്റ് ട്രയാംഗിൾ കിട്ടി. പക്ഷെ അതിൽ 2 പേരെ നമുക്കറിയണം. ആരൊക്കെ 2 പേര്? ഒരു അക്യൂട്ട് ആംഗിൾ അറിയണം. 90 ഡിഗ്രിയിൽ കുറവുള്ള ഒരു ആംഗിൾ അറിയണം. അതറിയാമോ? അറിയാം. ഏതാ? എയിലുള്ള ആംഗിൾ അറിയാം, 40. പക്ഷെ ഇനി നമുക്ക് വേണ്ടത് ആ ട്രയാംഗിളിന്റെ 3 സൈഡുകളിൽ 3 വശങ്ങളിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ഏതെങ്കിലും സൈഡ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്തെ ട്രയാംഗിൾ എടുക്കാം. ഏതാ ട്രയാംഗിൾ? സി ബി ഡി. ഏതാണ്? അവിടെയും സി ബി ഒരു സൈഡാണല്ലോ. ആ റൈറ്റ് ട്രയാംഗിളിൽ ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ടോ? ഉണ്ട്. എത്ര ഡിഗ്രി? 50 ഡിഗ്രി ഉണ്ട്. ആ റൈറ്റ് ട്രയാംഗിളിന്റെ ഏതെങ്കിലും സൈഡ് നിങ്ങൾക്ക് അറിയാവോ? സൈഡുണ്ടോ? അവിടെയും ഒരു സൈഡ്. 2 റൈറ്റ് ട്രയാംഗിളും ഉണ്ട്. 2ഇടത്തെയും ഓരോ ആംഗിളും നമുക്കറിയാം. പക്ഷെ ആരെ അറിയത്തില്ല? സൈഡ് അറിയത്തില്ല. ഒരു സൈഡൂടെ അറിഞ്ഞാലല്ലേ ട്രിഗണോമെട്രിയുടെ ഐഡിയ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യും? വേണ്ടേ, ഈ എ തൊട്ട് ബി വരെയുള്ള ദൂരത്തിനെ ഞാൻ തൽക്കാലത്തേക്ക് എക്സ് എന്നെടുക്കും. എവിടെ തൊട്ട് എവിടം വരെ? എ തൊട്ട് ബി വരെയുള്ളതിനെ എന്തായിട്ട് എടുക്കും? എക്സ്. അപ്പൊ ബി തൊട്ട് ഡി വരെയുള്ളത് 10 - x. അതെങ്ങനെ 10 - x വന്നു? എങ്ങനെ 10 - x വന്നു? ഇ തൊട്ട് ജി വരെ 10 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ തൊട്ട് ഡി വരെയും എത്ര ഉണ്ട്? 10 ഉണ്ട്. അതിൽ എ തൊട്ട് ബി വരെയുള്ളത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എങ്കിൽ ബി തൊട്ട് ഡി വരെയുള്ളത് അതുകൂടെ പടത്തിൽ മാർക്ക് ചെയ്തേ. അതുകൂടെ പടത്തിൽ മാർക്ക് ചെയ്യുക. അതും കൂടി പടത്തിലോട്ട് മാർക്ക് ചെയ്യുക. അക്ഷയ എത്ര മാർക്ക് ചെയ്തോ? ഓക്കെ. ഇനി എഴുതുക. കൺസിഡർ, അഭിരാമി, കൺസിഡർ റൈറ്റ് ട്രയാംഗിൾ. ഇതിന് താഴെ എഴുതാനുള്ള സ്റ്റെപ്പാണ് കൺസിഡർ റൈറ്റ് ട്രയാംഗിൾ. റൈറ്റ് ട്രയാംഗിൾ എന്ന് എഴുതി വെക്കണ്ട.
റൈറ്റ് ട്രയാങ്കിൾ എന്താ പേര്? ABC. അണ്ടർലൈൻ ചെയ്യുക. കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ ABC. അണ്ടർലൈൻ ചെയ്തോ? ഇനി ആ റൈറ്റ് ട്രയാങ്കിൾ ABC മാത്രം ഒന്ന് വരച്ചേ. ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ മാത്രം വരയ്ക്കാം. വരച്ചോ? വരച്ചോ? ആരെയൊക്കെ അറിയാൻ പറഞ്ഞാട്ടെ. ആംഗിൾ എ അറിയാം, എത്ര ഡിഗ്രി? 40 ഡിഗ്രി എന്നറിയാം. ബിയിൽ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. AB എത്ര? X. ഇനി സാധാരണ ട്രിഗണോമെട്രിയുടെ ഐഡിയ പറഞ്ഞാട്ടെ. ഓൺ ദ ബേസിസ് ഓഫ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം താഴെ നമ്മുടെ സ്റ്റെപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾ എ ഈക്വൽ 40 ഡിഗ്രി. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾ എ ഈക്വൽ 40 ഡിഗ്രി. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾ എ ഈക്വൽ 40 ഡിഗ്രി. പറഞ്ഞാണ്ട ബാക്കി. AB ആരാണ്? AB 40 ഡിഗ്രി ഉള്ള ആംഗിളിനെ വെച്ച് നോക്കിയാൽ AB എന്ന് പറയുന്ന സൈഡിന് എന്തോ പേര് പറഞ്ഞേ? അഡ്ജസന്റ് സൈഡ്. എഴുതുക. AB അഡ്ജസന്റ് സൈഡ്. തൽക്കാലത്തേക്ക് നമ്മൾ എന്തെന്ന് എടുത്തിട്ടുണ്ട്? X. അടുത്തത് BC ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം കണ്ടുപിടിക്കണോ? വേണ്ടായി? വേണം. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് AC ഹൈപ്പോട്ടന്യൂസ്. തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കണ്ടുപിടിക്കണോ? വേണ്ട. എന്തറിയാം? എന്ത് കണ്ടുപിടിക്കണം? അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കും. എന്തുപയോഗിക്കും? ടാൻ. അപ്പൊ ടാൻ A ഈക്വൽ എഴുതാനാ? ടാൻ A ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ എയുടെ വില 40 ഡിഗ്രി. 40 ഡിഗ്രി ഈക്വൽ ആരാണ്? ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. പേര് പറയണേ. ഓപ്പോസിറ്റ് സൈഡ് BC ബൈ അഡ്ജസന്റ് സൈഡ് AB. ശരിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാൻ 40 അവിടെ നിൽക്കട്ടെ. ടാൻ 40 ഈക്വൽ BC അറിയാവോ? ഇല്ല. BC ബൈ AB ആരാ? X. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ BC ഈക്വൽ X ടാൻ 40. ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ പാർട്ട് ഉപയോഗിച്ച് നമ്മൾ തൽക്കാലത്തേക്ക് ആരെ കണ്ടുപിടിച്ചു? BC. ഈ BC ആരാ? പോസ്റ്റ് മൊത്തത്തിലില്ല, ഒരു 1.5 കൂടെ ചേരുമ്പോഴേ പോസ്റ്റിന്റെ മൊത്തം ഹൈറ്റ് ആവത്തുള്ളൂ. അതിലെ ആ ബാലൻസ് ഉള്ള ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ആരെ കൂടെ അറിഞ്ഞാലേ ആ ലെങ്ത് ആവത്തുള്ളൂ. അല്ലല്ലോ? നോക്കൂ. BC എന്ന് പറയുന്ന ആളിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മളിപ്പോ തൽക്കാലത്തേക്ക് X ടാൻ 40 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരെ കൂടെ അറിഞ്ഞാലേ ആ ലെങ്ത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. X. ആരെ അറിയണം? X കിട്ടിയോ? ഇല്ല. നമ്മൾ ഇതേ പരിപാടി അപ്പുറത്തെ ട്രയാങ്കിളിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. എഴുതുക. പാർട്ട് 2. അടുത്തിന് വേണമെങ്കിൽ പാർട്ട് 1 എന്ന് കൊടുത്തു. രണ്ടാമത്തിന് വേണമെങ്കിൽ പാർട്ട് 2. കൺസിഡർ ഉണ്ടെന്നില്ല. റൈറ്റ് ട്രയാങ്കിൾ CBD. കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ CBD. കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ CBD. അങ്ങനെ കൺസിഡർ ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾ എന്ത് ചെയ്യുക? വരയ്ക്കാം. എന്താ ട്രയാങ്കിളിന്റെ പേര്? CBD. അത്യാവശ്യത്തിന് പറയേണ്ടത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ മറ്റേ
സിനിമയിലെ ഗ്രൂപ്പ് സോങ് പാടുമല്ല, ഇതിന്റെ കൂടെ എന്ത് പാടാനായിട്ട്? കോറസ് പാടാനായിട്ട്. പറഞ്ഞാട്ടെ. സി ബി ഡി. പറഞ്ഞാട്ടെ. എവിടാ 90 ഡിഗ്രി ഉള്ളത്? ബിയില്. വേറെ ഏതെങ്കിലും ആംഗിള്? ഡിയിലെ ആംഗിൾ എത്ര ഡിഗ്രി? 50 ഡിഗ്രി. ഏതെങ്കിലും സൈഡ് ബി ഡി എത്ര? 10 - x. ഇപ്പൊ ചെയ്ത അതേ പരിപാടി ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. പറഞ്ഞാട്ടെ. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾ ഡി ഈക്വൽ 50 ഡിഗ്രി. മലയാളത്തിൽ കോൺ ഡി സമം 50 ഡിഗ്രിയെ ആധാരമാക്കിയാൽ എന്റെ കൂടെ സ്റ്റെപ്പ് പറഞ്ഞങ്ങ് എഴുതിക്കോളാം. സി ബി ആരാണ്? സി ബി ഈ 50 ഡിഗ്രിയുള്ള ആംഗിൾ വെച്ച് നോക്കുമ്പോൾ സി ബി ആരാണ്? അതുള്ളൂ. ഇതിന്റെ എതിരെ കിടക്കുന്ന വശമല്ല ഇത്. അപ്പൊ അതാരാ? അപ്പൊ സി ബി ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്. തന്നിട്ടുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കണോ? അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് ബി ഡി അഡ്ജസന്റ് സൈഡ്. തന്നിട്ടുണ്ടോ? തന്നിട്ടില്ലേ? തൽക്കാലത്തേക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്? 10 - x എന്ന് തന്നിട്ടുണ്ട്. സി ഡി ഹൈപ്പോട്ടന്യൂസ്, കർണം. കണ്ടുപിടിക്കണോ? വേണ്ട. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇല്ല. ആരെ അറിയാം? ആരെ കണ്ടുപിടിക്കണം? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് സൈഡ് അറിയാം. എന്തുപയോഗിക്കും? ടാൻ. അപ്പൊ പറഞ്ഞാട്ടെ. ടാൻ മിണ്ടുന്നില്ല. ടാൻ ഡി ഈക്വൽ പറഞ്ഞോ. ടാൻ ഡി ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ ഡിയുടെ വില 50 ഈക്വൽ ആരാണ് ഓപ്പോസിറ്റ് സൈഡ്? സി ബി ബൈ ആരാണ് അഡ്ജസന്റ് സൈഡ്? ബി ഡി. ടാൻ 50 അങ്ങനെ നിൽക്കട്ടെ. ടാൻ 50 ഈക്വൽ സി ബി ബൈ ബി ഡി എത്രയാണ്? 10 - x. അപ്പൊ മുമ്പത്തെ കൂട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? പറഞ്ഞാട്ടെ. സി ബി ഈക്വൽ മിണ്ടുന്നില്ല 10 - x. അതൊരു ബ്രാക്കറ്റിൽ ഇൻറ്റു ടാൻ 50 വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ. നിങ്ങൾ ഈ രണ്ട് പാർട്ടിലും ഒരാളിന്റെ വില തന്നെയാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ആരുടെ വില? സി ബിയുടെ വില. അത് രണ്ടും എന്തുപയോഗിച്ച് കണ്ടുപിടിച്ചേക്കുന്നത്? അല്ല, എക്സ് ഉപയോഗിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് രണ്ടിൽ ഏതുപയോഗിച്ച് വില കണ്ടുപിടിക്കണമെങ്കിലും ആരുടെ വില അറിയണം? ആദ്യം എക്സിന്റെ വില. അതെങ്ങനെ കണ്ടുപിടിക്കും? കഴിഞ്ഞ കണക്കിൽ അത് ചെയ്ത ഈ കിട്ടിയ രണ്ട് വിലയും കൂടെ എടുത്ത് എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്ത് എഴുതുക. പാർട്ട് 3. അക്ഷയക്ക് 2 പാർട്ട് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ സി ബിയുടെ വില ഒന്ന് പറഞ്ഞെഴുതിക്കോളൂ. ഒന്നാമത്തെ പാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ സി ബിയുടെ വില മിണ്ടുന്നില്ല. ഏതാ? എക്സ് ടാൻ. അപ്പോ എക്സ് ടാൻ 40 ഈക്വൽ രണ്ടാമത്തെ പാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ സി ബിയുടെ വില 10 - x ഇൻറ്റു ടാൻ 50. അപ്പോൾ എക്സ് ടാൻ 40 ഡിഗ്രി ഈക്വൽ. ഇവിടെ ഈ ബ്രാക്കറ്റ് ഒന്ന് ഗുണിച്ചു പറഞ്ഞേ നിങ്ങൾ. ഇവിടെ ഈ ബ്രാക്കറ്റ് ഒന്ന് ഗുണിച്ചു പറയുക. പറഞ്ഞോട്ടെ. 10 ഇൻറ്റു ടാൻ 50. 10 ടാൻ 50 ആണോ? മൈനസ് എക്സ് ഇൻറ്റു ടാൻ 50 മൈനസ് എക്സ് ടാൻ 50 ആണോ? ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആരുടെ വിലയാ വേണ്ടത്?
അതെ എക്സിന്റെ. അപ്പൊ എക്സ് ഉള്ളവരെ എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. ഇതിങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നേ. എക്സ് ടാൻ 40 ഡിഗ്രി പ്ലസ് എക്സ് ടാൻ 50 ഡിഗ്രി ഈക്വൽ 10 ടാൻ 50 ഡിഗ്രി. ഓക്കെ, ഈ രണ്ട് ടൈമിൽ നിന്ന് ആരെ കോമൺ എടുക്കാം? എക്സിനെ. അപ്പോ എക്സ് ഇൻറ്റു പറഞ്ഞാട്ടെ ടാൻ 40 ഡിഗ്രി പ്ലസ് ടാൻ 50 ഡിഗ്രി ഈക്വൽ 10 ടാൻ 50 ഡിഗ്രി. അത് നമുക്ക് ആരുടെ വേണ്ടത്? എക്സിന്റെ വില. സോ എക്സ് ഈക്വൽ 10 ടാൻ 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ ടാൻ 40 ഡിഗ്രി പ്ലസ് ടാൻ 50 ഡിഗ്രി. നീ ഇതിനകത്ത് വില കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ആരുടെ വില കിട്ടും? എക്സിന്റെ വില. ഇവിടെ കൊടുക്കാനുള്ള വിലയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും അവസാനം ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ് ഇൻറ്റു ടാൻ 50യുടെ വില എത്ര? ടെൻ ഇൻറ്റു ടാൻ 50യുടെ വില. ടാൻ 50യുടെ വില എത്ര? 1.1918 ആണോ? അപ്പൊ നിങ്ങളുടെ ഈ ആൻസർ കേക്കകത്തിലൊക്കെ അവർ ഇത്രയും ഡെസിമൽ വാല്യൂ ഇട്ട് കണക്ക് ചെയ്യാതെ ഇതിനെ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പരാക്കി ചുരുക്കി എഴുതിയിരിക്കണം. ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇങ്ങനെ സിമ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ 9ാം ക്ലാസ്സിൽ. എങ്ങനെ വായിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. ശ്രദ്ധിച്ചിരിക്കണം. 1 പോയിന്റ്, ഇത് പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസിലോട്ട് ചുരുക്കാൻ പോവാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്ലേസ് നോക്കണം. എത്ര? അത് 9. ആ നമ്പര് 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള നമ്പരിനോട് കീർത്തനെ നമുക്ക് ഒന്നുകൂടെ കൂട്ടാം. അപ്പൊ ഈ 1.1 എന്നുള്ളത് ആരായിട്ട് മാറും? 1.2. ഇത് സൈഡിൽ വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ട് ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന സ്റ്റെപ്പ് സൈഡിൽ വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിടുക. എഴുതിട്ടോ. അപ്പോൾ 10 ഇൻറ്റു ടാൻ 50യുടെ വില എന്ത് എഴുതും? 1.2 ഡിവൈഡഡ് ബൈ ഇതുപോലെ ടാൻ 40യുടെ വില ഒന്ന് പറഞ്ഞാട്ടെ. 0.83. ഇത് പോയിന്റ് കഴിഞ്ഞ് ഒരു ഡെസിമൽ പ്ലേസിലേക്ക് കറക്റ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു രണ്ടാമത്തെ പ്ലേസ് നോക്കിക്കേ. എത്ര അവിടുത്തെ നമ്പർ? 3. അത് എത്രനേക്കാൾ കുറവാ? 5നേക്കാൾ കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പരങ്ങ് കളയും. അപ്പൊ ഇതെങ്ങനെ എഴുതും? 0. ഈ ഡെസിമൽ പോയിന്റിന്റെ അപ്രോക്സിമേഷൻ പിടി കിട്ടിയോ? ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? 0.8 പ്ലസ് ടാൻ 50 മുമ്പ് കണ്ടുപിടിച്ചതാ. 1.2. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതേ മെത്തേഡ് പ്രയോഗിക്കുന്നതാണ്. അല്ലാതെ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 4 ഡെസിമൽ പ്ലേസ് ഒക്കെ ഗുണിച്ച് കൂട്ടി ഹരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം നമ്മുടേത് പോകും. 10 ഇൻറ്റു 1.2 എത്ര വരും? 12 ഡിവൈഡഡ് ബൈ 0.8 പ്ലസ് 1.2. 0.8നോട് കൂടി 1.2 കൂട്ടുന്നു. 8 × 2 10. 2.0. 2.0 എന്ന് പറഞ്ഞാൽ 12/2 6. അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടി? 6. ആരാണ് ഈ എക്സ്?
ആരാണ് ഈ എക്സ്? ഈ എക്സ് ആര്? ആരെ? ആ, ഒന്നുകിലല്ല, നമ്മൾ എ ബി ആണ് എക്സ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ആ എക്സ് കിട്ടിയാൽ വേണ്ടി സി ബി എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ എഴുതുക when x equal when x equal when x equal 6. നമ്മൾ അടുത്ത പാർട്ടിൽ സി ബി എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? സി ബി ഈക്വൽ എക്സ് ടാൻ 40 ആണോ? ഈക്വൽ എക്സിന്റെ വില ഇൻറ്റു ടാൻ 40യുടെ വില 0.8. കുടിച്ചു പറഞ്ഞാട്ടെ. 6 8 48. ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോ 4.8. ആരെ കിട്ടി? ഇലക്ട്രിക് പോസ്റ്റ് ആയോ? ഇല്ല. അതിന്റെ കൂടെ ഒരു അപ്പൊ അടുത്ത വരി എഴുതുക ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ് ഈക്വൽ height of the electric post equal height of the electric post equal എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? അല്ലെങ്കിൽ മൊത്തം പേര് പറഞ്ഞേ. സി എഫ്. ആരാണ്? സി എഫ്. ഈ സി എഫ് എന്ന് പറയുന്നത് ആരെയൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്? സി ബി പ്ലസ് ബി എഫ്. എത്രയാണ് സി ബി? ഇപ്പൊ കിട്ടി. 4.8 പ്ലസ് ബി എഫ് 1.5. 4.8ഉം 1.5ഉം കൂടെ ആഡ് ചെയ്ത് പറഞ്ഞാട്ടെ. 6. 8 5 13 ശിഷ്ട 1 4 1 5 1 6. 6.3 മീറ്റർ. 6.3. ഇനി വേണമെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിക്കാം. ഈ ആദ്യത്തെ കുട്ടി ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് എന്ത് ഡിസ്റ്റൻസിലാണ്? അതോടൊപ്പം ഉണ്ട് 6 മീറ്റർ. അപ്പൊ രണ്ടാമത്തെ കുട്ടിയോ? 10 - 6 = 4. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ അവസാനം കിടക്കുന്ന ടേബിളിൽ എല്ലാ ട്രിഗണോമെട്രിക് വാല്യൂസും പോയിന്റ് കഴിഞ്ഞ് ദേവികയെ 4 പ്ലേസിലാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 പ്ലേസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്താൽ വളരെ ആക്യുറേറ്റ് ആയ ആൻസർ കിട്ടും. പക്ഷെ അത് ചെയ്തു വരണമെങ്കിൽ ഒരുപാട് സമയം നമ്മൾ എടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശക്കുന്നുണ്ടോ? എല്ലാ നമ്പറുകളെയും പോയിന്റ് കഴിഞ്ഞിട്ട് കൃഷ്ണാഞ്ജലി ഒരു ഡെസിമൽ പ്ലേസിലോട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ കറക്റ്റ് ചെയ്യാൻ ആയുഷ് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്താണ്? രണ്ടാമത്തെ നമ്പർ നോക്കണം കേട്ടോ ഹരിഹരപുത്രൻ. ആ നമ്പര് 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ അഭയദേവ തൊട്ട് മുമ്പുള്ള നമ്പറിനോട് നമ്മൾ അനൂഷയെ ഒന്നുകൂടെ കൂട്ടും. ഇനി അല്ല, ആ നമ്പർ 5നേക്കാൾ കുറവാണെങ്കിൽ ആ നമ്പർ നമ്മളങ്ങ് നീ എങ്ങനെ ആയാലും വേണ്ട ഇതുപോലത്തെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ട്രിഗണോമെട്രിയിൽ നിന്ന് എവിടെ ചോദിച്ചിരിക്കും? പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കും. ഇതെല്ലാം കൂടെ അവസാനമാണ് വരുന്നത്. അവിടാണ് കുഴപ്പം. മനസ്സിലായി? അപ്പൊ നമ്മൾ ബാക്കി ആദ്യം എഴുതുന്നതിനൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി വന്നില്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടാതെ വരും? സമയം കിട്ടാതെ വരും. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. In the figure, വായിച്ചോളൂ. എന്താണ്? സൈഡ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഈ പടത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ. കാരണം ആ പടത്തിനകത്തിൽ എയുടെ അവിടെ എത്ര ഡിഗ്രി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്? 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി വായിച്ചാട്ടെ. touches the circle, the incircle at the points P, Q, R. അതായത് നമുക്ക് ഈ പടത്തെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ആദ്യം എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ആ ട്രയാങ്കിളിന് ഒരു ഇൻസർക്കിൾ വരച്ചേക്കുന്നു. ആ ട്രയാങ്കിൾ എന്ത് വരച്ചിരിക്കുന്നു? ഒരു ഇൻസർക്കിൾ വരച്ചിരിക്കുന്നു. ആ ഇൻസർക്കിളിന്റെ സെന്റർ ആണ്
ABC എന്ന് പറയുന്ന ഒരു ത്രികോണം വരച്ച് ആ ത്രികോണത്തിന് ഒരു അന്തർവൃത്തം വരച്ചിരിക്കുന്നു. ആ അന്തർവൃത്തത്തിന്റെ കേന്ദ്രമാണ് O എന്ന് പറയുന്നത്. തിരിച്ചു വേണമെങ്കിൽ പറയാം. എങ്ങനെ? ആദ്യം O സെന്ററായ O കേന്ദ്രമായ ഒരു വൃത്തം വരച്ചു. അതിന് 3 ടാൻജന്റുകൾ തൊടുവരകൾ വരച്ചു. അവര് കൂട്ടിമുട്ടിയപ്പോ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം ഉണ്ടായി. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ കാർത്തികേ, ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ സർക്കിളിനെ, വൃത്തത്തിനെ ടച്ച് ചെയ്യുന്ന പോയിന്റുകളാണ് ഏതൊക്കെ? P, Q, R. ഇത്ര ഇൻഫർമേഷൻ ഒക്കെ ആണല്ലോ. ആര് ദിവസമാണ് തുടരാം. അല്ല, അതിന് മുമ്പൊക്കെ ചോദ്യമുണ്ട്. AB ഈക്വൽ AB യുടെ നീളം എത്ര ഉണ്ട്? 6 സെന്റിമീറ്റർ. അടുത്തത് BC ഈക്വൽ 10 സെന്റിമീറ്റർ. AC ഈക്വൽ 8 സെന്റിമീറ്റർ. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ചോദ്യം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻസ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻസ്. ഓരോ ടാൻജന്റുകളുടെയും ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതല്ലേ ഈ 6, 10, 8 തന്നേക്കുന്നത്? അല്ല, ബാക്കിയോട് വായിക്കണം. എങ്ങനെ? ഈച്ച് ടാൻജൻസ് ഫ്രം ഈച്ച് വെർട്ടെക്സ് ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് നിങ്ങൾ ഈ A എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ അതിൽ നിന്ന് ഈ സർക്കിളിലോട്ട്, ഈ വൃത്തത്തിലോട്ട് 2 ടാൻജന്റുകളുണ്ട്. അത് ഏതൊക്കെയാ കൃഷ്ണാഞ്ജലി? ഇവിടെ ഏതൊക്കെയാണ്? ഒന്ന് AP യും 2 AR. ഏതൊക്കെയാണ്? AP യും ഇത് രണ്ടെണ്ണം 2 ചെറിയ ടാൻജന്റ് അല്ലേ? ഇവരുടെ 2 പേരുടെയും ലെങ്ത് കണ്ടുപിടിക്കണം. പക്ഷെ 2 പേരുടെ കണ്ടുപിടിക്കേണ്ട. AP കണ്ടുപിടിച്ചാൽ അത് തന്നെ ആയിരിക്കും AR. അടുത്തത് B എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ എടുത്താൽ ആ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലോട്ട് 2 ടാൻജന്റ് ഉണ്ട്. ഏതൊക്കെയാ? BP യും BQ. BP യും. അപ്പൊ ആ 2 ചെറിയ ടാൻജന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അത് എളുപ്പമാണ്. ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആനന്ദേ, മൂന്നാമത്തെ പോയിന്റ് ആണ് C എന്ന് പറയുന്നത്. ആ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് എത്ര ടാൻജന്റ് ഉണ്ട്? 2 എണ്ണം. ഏതൊക്കെ? CR ഉം CQ ഉം. ആരൊക്കെയാണ്? അപ്പൊ മൊത്തം എത്ര ചെറിയ ടാൻജന്റ് ഉണ്ട്? 6 ചെറിയ ടാൻജന്റ് ഉണ്ട്. അഭിരാമി, എത്ര ചെറിയ ടാൻജന്റ് ഉണ്ട്? പക്ഷെ നമ്മൾ എത്ര പേരെ കണ്ടുപിടിച്ചാൽ മതി? 3 പേരെ കണ്ടുപിടിച്ചാൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബാക്കി 3 പേർക്ക് കൂടെ കൊടുക്കാം. ഓക്കെ. എന്നാ അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. KP യോഗൻ എന്തുവാ? പ്രൂവ് ദാറ്റ്. APOR എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. അങ്ങനെ ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? APOR എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഉണ്ടോ ഡോക്ടർ അഭിരാമി? ഇല്ല. എങ്ങനെ കിട്ടും? ഓയും പിയും കൂടെ യോജിപ്പിക്കണം. ഓയും ആറും കൂടെ യോജിപ്പിക്കുമ്പോൾ അതിനകത്ത് APOR എന്ന് പറയുന്ന വർഷവിനേഷ് ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. അതെന്താണെന്ന് തെളിയിക്കണം. സ്ക്വയർ ആണെന്ന് ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. ഓക്കെ, ഞാൻ ആൻസർ ചെയ്യുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണെന്ന് നോക്കാം. നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം ടാൻജന്റിൽ പഠിച്ചിട്ടുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ എന്ത് ട്രയാങ്കിൾ അല്ലായിരുന്നു, അതിന് പകരം ഇവിടെ എന്താണെന്നേ ഉള്ളൂ. അവിടെ എങ്ങനെ ചെയ്തോ അതേ പരിപാടിയിൽ ഇവിടെയും ചെയ്യുക. പറഞ്ഞാട്ടെ, എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാട്ട്. അവിടെ ചെയ്തത് അറിയാവുന്നവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വേഗം പറയാം. AP X ആയിട്ട് എടുക്കും. AP എന്തെടുക്കുന്നു? AP X ആയിട്ട് എടുക്കും. അങ്ങനാണെങ്കിൽ AR ഉം എന്ത് വരും? X. അടുത്തത് PB 6 മൈനസ് X. അങ്ങനെയാണെങ്കിൽ BQ 6 മൈനസ്. ഓക്കെ. അടുത്തത് CR
8 - x. അങ്ങനാണെങ്കിൽ സി ക്യൂ ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സാറിരിക്കും. ഞാൻ അടുത്ത പരിപാടി. എല്ലാ ചെറിയ ടാൻജന്റുകളുടെയും ലെങ്ത് നമ്മൾ എന്ത് വെച്ചെഴുതി? എക്സ് വെച്ചെഴുതി. അപ്പൊ അവരുടെ കറക്റ്റ് നീളം അറിയണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ പറഞ്ഞാട്ട് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഈക്വൽ പറയണേ 6 പ്ലസ് 10 പ്ലസ് 6 പ്ലസ് 10 16 16 പ്ലസ് 8. ഇനി ഇതിനെ നമ്മൾ ഓരോന്നിനെയും കൃത്യനെ 2 ചെറിയ നീളമായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ദിയ വിനോദം എഴുന്നേൽക്കും. ഈ എ ബി എ ആ പടത്തിൽ എങ്ങനെയൊക്കെയാണ് മുറിച്ചു വെച്ചേക്കുന്നത്? അപ്പൊ എ ബിക്ക് പകരം നമുക്ക് എഴുതി വെക്കാം എ പി പ്ലസ് പി ബി. ഇരിക്കൂ വർഷ വിനേഷ്. ബി സി എങ്ങനെയാണ് മുറിച്ചു വെച്ചേക്കുന്നത്? പക്ഷെ അവിടെ നോക്കണം, കൂടെ കിടപ്പുണ്ട്. ബി ക്യൂ പ്ലസ് ക്യൂ സി. ഇരിക്കൂ സഫ്നാസ് മാഡം. എ സി എങ്ങനെയാ മുറിച്ചു വെച്ചേക്കുന്നത്? എ ആർ പ്ലസ് ആർ സി. ഇതേ ഈ സി ഈക്വൽ ടു എന്തായിരിക്കും? 20. ഇരിക്കും. അമൃത ശ്രീകുമാർ എഴുന്നേൽക്കും. ഇവരുടെ ഓരോരുത്തരുടെയും വില നമ്മൾ എക്സ് വെച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. എ പി എക്സ് പ്ലസ് പി ബി 6 മൈനസ്. ഇരിക്കും. അടുത്തയാള് സരയു. ബി ക്യൂവിന്റെ നീളം 6 മൈനസ് എക്സ് പ്ലസ് ക്യൂ സിയുടെ നീളം ക്യൂ സി 8 മൈനസ്. ഇരിക്കൂ. അടുത്ത ആള് അഭിരാമി എം. എ ആറിന്റെ നീളം എക്സ് പ്ലസ് ആർ സിയുടെ നീളം 8 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 24. കീർത്തനം അവിടെ എഴുന്നേറ്റോളൂ. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇൻഡു ചെയ്യാൻ ഇത് ആഡ് ചെയ്യാന് പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോയി. ഇനി ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ആരുണ്ട് മിച്ചം? 6 പ്ലസ് കൃഷ്ണാഞ്ജലി. ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എങ്ങനെ വല്ലവരും വെട്ടിപ്പോകുമോ? ഇല്ല. അപ്പോൾ 6 അധികം 8 6 അധികം 8 48. 6 പ്ലസ് 8 6 അധികം 8 14 മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയറോ മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് 2x ഇരിക്കാം പ്ലസ് അടുത്ത ആളിന് നേർക്കൂ. അഭിരാമി ഈ ബ്രാക്കറ്റിൽ പറ്റത്തില്ലേ? പ്ലസ് എക്സ് മൈനസ് എക്സും ഇല്ലയോ? അപ്പൊ പ്ലസ് എക്സ് മൈനസ് എക്സും വെട്ടിപ്പോ. പിന്നെ ആരുണ്ട്? 8 ഈസ് ഈക്വൽ ടു 24. ഇരിക്കും. ദേവിക മാഡം ഇവിടുത്തെ നമ്പറുകൾ മാത്രം എടുക്കുന്നു. വാട് ചോദിച്ചോട്ടെ. 6 അധികം 14 20. 20 അധികം 8 28 മൈനസ് 2x ഈക്വൽ ടു 24. നമുക്കാരുടെ വിലയാ വേണ്ടത്? എക്സിന്റെ. ഇരിക്കും. അഭിനന്ദ മാഡം എങ്ങനെ കണ്ടുപിടിക്കും എക്സ്? ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാ, ഇതിങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരാ. പറഞ്ഞാട്ടെ. 28 മൈനസ് 24 ഈക്വൽ 2x. 28 24 കുറച്ചാൽ 4 ഈക്വൽ 2x. അപ്പൊ എക്സിന്റെ വില 4/2. എക്സ് ഈക്വൽ ആരുടെ വില കിട്ടി? എക്സിന്റെ വില കിട്ടിയാൽ നമ്മൾ 6 ചെറിയ ടാൻജന്റുകളുടെ ലെങ്തും എന്തുപയോഗിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്? അതുപയോഗിച്ച് 6 പേരെ കണ്ടുപിടിക്കാമല്ലോ. എഴുതിയാട്ടെ. എഴുതാത്തവർ റെഡെങ്കിലും എഴുതുക.
അക്ഷയക്ക് ഈ ചെയ്ത പാർട്ട് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. എഴുതുക. when x equal to ഇതിന്റെ ബാക്കിയാണ് when x equal to. അറിയോ? എന്നിട്ട് ഇവിടെ നിന്ന് ആരംഭിക്കാം. എ പി ഈക്വൽ എക്സ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് മിണ്ടുന്നില്ല. എ പി ആർ ഈക്വൽ എക്സ് ഈക്വൽ ടു. അപ്പൊ എ പിയും രണ്ടാണ്, എ ആറും രണ്ടാണ്. പി ബി ഈക്വൽ 6 minus x equal 6 minus 2 equal അടുത്തത് ബി ക്യു ഈക്വൽ മിണ്ടുന്നില്ല. ബി ക്യു ഈക്വൽ 6 minus x ഈക്വൽ 6 minus 2 ഈക്വൽ 4. അപ്പൊ പി ബിയുടെ വില 4, അപ്പോൾ ബി ക്യൂവിന്റെ വിലയും 4. അടുത്ത പറഞ്ഞാട്ടെ. സി ആർ ഈക്വൽ 8 മൈനസ് എക്സ്. അപ്പോൾ 8 മൈനസ് എക്സിന്റെ വില 2. 8 മൈനസ് 2 വിച്ച് ഇംപ്ലൈസ് സി ക്യു ഈക്വൽ 8 മൈനസ് എക്സ് ഈക്വൽ 8 മൈനസ് 2 ഈക്വൽ 6. ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ പരീക്ഷാ ഹാളിൽ എങ്ങനെ വെരിഫൈ ചെയ്യും? 2 അധികം 4, 4 അധികം 6, 10. അടുത്തത് 2 അധികം 6, 8. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതെല്ലാവരും പരീക്ഷയ്ക്ക് മിക്കവാറും എഴുതിയിട്ടുണ്ടാവും. കാരണം ആ കണക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അർജുൻ കൃഷ്ണ ഈ കണക്ക് ചെയ്യാൻ ഒരുപാടും ഇല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇതെന്താണെന്ന് തെളിയിക്കണം. സ്ക്വയർ ആണെന്ന് തെളിയിക്കണം. അപ്പൊ 2 നമ്പർ ഇടും. ആരാ സ്ക്വയർ ആണെന്ന് തെളിയിക്കണ്ടേ? അപ്പൊ ഈ പി ഓയും കൂടെ ഒന്ന് യോജിപ്പിക്കുന്നു, ഓയും ആറും കൂടെ യോജിപ്പിക്കുന്നു. പടത്തിൽ യോജിപ്പിച്ചാട്ടെ. പടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ യോജിപ്പിക്കാം. പറയട്ടെ. കൺസിഡർ ക്വാഡ്രിലാറ്ററൽ APOR. കൺസിഡർ ക്വാഡ്രിലാറ്ററൽ APOR. മലയാളത്തിൽ ചതുർഭുജം APOR പരിഗണിക്കാം. ഞാൻ ചില കാര്യങ്ങൾ പറയും, നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞിട്ട് ഉത്തരം എഴുതിയാൽ മതി. OP ഈക്വൽ OR. ഈ OPയും ഈ ORും ഈക്വലാണ്. കാരണം റേഡിയൈ. ആരാണ്? എഴുതുക. OP ഈക്വൽ OR ബ്രാക്കറ്റിൽ റേഡിയൈ, മലയാളത്തിൽ ആരങ്ങൾ. ഇനി ആംഗിൾ ആർ ഈക്വൽ ആംഗിൾ പി ഈക്വൽ 90 ഡിഗ്രി. ആറിലുണ്ടാകുന്ന ആംഗിളും പിയിലുണ്ടാകുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. കാരണം റേഡിയസും ബ്രാക്കറ്റിൽ എഴുതണം. ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്, അല്ലെങ്കിൽ റേഡിയസ് ആൻഡ് ടാൻജന്റ്. എടിയോ? അടുത്തത് AP ഈക്വൽ AR. AP ഈക്വൽ AR. ഈ APയും ഈ ARും ഈക്വൽ ആണ്.
കാരണം സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജന്റ് അല്ലേ എന്ന് മാത്രമല്ല ഒന്നാമത്തെ പാർട്ട് ചെയ്തപ്പോ അവർ രണ്ടുപേരുടെയും വല്ല രണ്ടാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാരണം ഒന്നും എഴുതി വെക്കണ്ടല്ലോ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രി, ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രി, ഇത് 90. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എത്ര ആയിരിക്കും? 4 ആംഗിൾ 90 ഡിഗ്രി. ഒ പിയും ഒ ആറും അടുത്തത് എ പിയും എ ആറും ഈക്വൽ. അപ്പൊ അഡ്ജസന്റ് സൈഡുകൾ ഈക്വലായി. ഓരോ ആംഗിളും 90 ഡിഗ്രിയുമായി. ഇത്രയും ഉണ്ടെങ്കിൽ അയാൾ ആരാണ്? അപ്പൊ അടുത്തൊരു വിച്ച് ഇംപ്ലൈസ് ക്വാഡ്രിലാറ്ററൽ എ പി ഒ ആർ, ക്വാഡ്രിലാറ്ററൽ എ പി ഒ ആർ quadrilateral APOR is a square. അപ്പൊ ചില ചോദ്യമൊക്കെ നമ്മൾ ഒരു പക്ഷെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ അവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ അത് എന്തായിട്ട് മാറും? ഉത്തരമായിട്ട് മാറും. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കി. അക്ഷയക്ക് കണക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ.